എൻ്റെ 60ാമത്തെ ബർത്ത്ഡേ. 10 കൊല്ലം മുന്നത്തെ കാര്യമല്ല ചോദിച്ചേ. ഗുഡ് മോർണിംഗ്. അനിയൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അധികം ഒച്ച കണ്ടാൽ നമുക്ക് താഴെ നിന്ന് കാണാം. ഗായ്സ്, അപ്പോൾ അച്ഛമ്മേൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഫുഡൊക്കെ അമ്മയും അച്ഛനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവർ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ ഏകദേശം ഫിനിഷായി. ഞാനിന്ന് എണീക്കാൻ വഴിക്ക് പോയി. ഒരു രാവിലെ എണീച്ച് ഏകദേശം എല്ലാം ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛമ്മയെ കൊണ്ടിട്ട് എല്ലാവരെയും കാണാം. ഓക്കെ, തേങ്ങ ചിലവാം ഗായ്സ്. അപ്പോൾ ഞാനൊരു 2 തേങ്ങ ഫുള്ള് ചിലവി. അപ്പോൾ അതുപോലെ ഇനിയൊരു 3-4 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഒരു സാധനം വാങ്ങാൻ മുട്ടുപോയി. അപ്പോൾ ഞാൻ നൈസിന് കടയിൽ പോകാമെന്ന് പറഞ്ഞ പേരിൽ മുങ്ങിയതാണ്. ഇനിയിപ്പോൾ എന്തായാലും അമ്മയും അച്ഛനും കൂടെ തേങ്ങ ചിലവി ഫിനിഷ് ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി വീട്ടിലേക്കുള്ളൂ ഗായ്സ്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. നല്ല ചൂടുണ്ട്. ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക്, സൂപ്പർ ബോംബാസ്റ്റിക് ഗായ്സ്. അപ്പോൾ നമുക്ക് അച്ഛമ്മേനൊക്കെ കൂട്ടാൻ പോവാം. അച്ഛമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂട്ടാൻ പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛമ്മ, ഇത് ചേച്ചിയാണ്, ഇത് മേമ, അച്ഛനും ഉണ്ട്. അപ്പോൾ ബാക്കി വീട്ടിൽ നിന്ന് കാണാം ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ കയറിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ഛമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ ബർത്ത്ഡേക്കാരിക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ, എൻ്റെ 60ാമത്തെ ബർത്ത്ഡേ. 10 കൊല്ലം മുന്നത്തെ കാര്യമല്ല ചോദിച്ചേ. ബർത്ത്ഡേയിലൊക്കെ എന്തിരിക്കുന്നു, ഓരോ വർഷം കഴിയും തോറും ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതല്ലേ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും സുഖല്ലേ മോനെ? പഴയ നാടകനടി കേട്ടോ, അപ്പം അതിൻ്റെ ഒരു ശൈലി ഉണ്ടാവും, ഒന്നും മൈൻഡാക്കണ്ട ഗായ്സ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒക്കെ നിറച്ചും വെള്ളം കയറിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കണം. അവിടെ വണ്ടി കഴുകുകയാണോ നൈസിന്? അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഗായ്സ്, അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. ഇതാ കേക്ക്, ഇതാ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മീന, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഗൈസ്, മീനേൻ്റെ 70ാമത്തെ പിറന്നാളാണ്. എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഓക്വേർഡ് പോലെ തോന്നുന്നത്. എല്ലാവർക്കും കഴിക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ എന്തായാലും കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ പറ്റുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. പിന്നെ ഒന്നാമത് ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇവിടെ രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. ഫോണിലാണ് ചാർജും ഇല്ല. ഞാൻ ഫസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചാർജും കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ലോ ബാറ്ററിയിലാണ് കിടക്കുന്നത്. പിന്നെ കറണ്ടും ഇല്ല, ലൈറ്റും. അപ്പോൾ ലൈറ്റിൻ്റെ കുറവുണ്ട്, ചാർജും ഇല്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ, പറ്റുന്നത്രയും വീഡിയോ എടുക്കാം. ഫോൺ ഓഫ് ആവുന്ന വരെ വീഡിയോ എടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ബർത്ത്ഡേ സദ്യ കഴിക്കാം. ഇനി വർത്താനം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല.
ഗായ്സ് അപ്പോൾ സദ്യ കഴിച്ച് വയറ് ഫുള്ളായി, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇനി കുറച്ച് നേരം വിശ്രമിക്കണം. അപ്പോൾ അനിയനൊക്കെ ഇന്നോ കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, മറ്റേ കാർഡ് ഗെയിം നോട്ടെ. അപ്പോൾ ഇനി അത് കുറച്ച് നേരം അത് കളിക്കുമായിരിക്കും. ഓക്കെ, ഞാൻ അച്ഛനക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗായ്സ്. അപ്പോൾ അച്ഛമ്മ എപ്പോഴും ഈ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താക്കി ഒരു ടോപ്പും പാൻറ്റും ആക്കി കൊടുത്തത്. അപ്പോൾ നമുക്ക് ടോപ്പും പാൻറ്റുമാണ് നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ലുക്കൊക്കെ പിടിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗായ്സ്. അപ്പോൾ അച്ഛമ്മ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ നമുക്ക് നോക്കാം. അപ്പം അച്ഛമ്മ ഇങ്ങോട്ട് വരുമോ? എങ്ങനെയുണ്ട്, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി സാരി ഒന്നും വേണ്ട കേട്ടോ, ഇനി ഇങ്ങനത്തെ ടോപ്പൊക്കെ ഇട്ടാൽ മതി. ആയിക്കോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അച്ഛനെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ. അച്ഛൻ പേടിച്ചില്ല, അത്ര നേരം വെറുതെ അവിടെ ചൂടുള്ള ഡ്രസ്സ് ഇട്ടിരുന്നു. ഗായ്സ്, അപ്പൊ അനിയൻ കരടീനെ ഡ്രസ്സ് ഇട്ടിട്ട് അച്ഛനെ പേടിപ്പിക്കാൻ നോക്കിയല്ലോ. അപ്പൊ അച്ഛനെ കണ്ടപ്പോ ഒന്ന് ഇട്ട് നോക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അച്ഛൻ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗായ്സ് കണ്ടില്ലേ? അപ്പൊ അതാണ് അച്ഛനാണത്. എല്ലാരും ചിൽ മൂടാണ് ഇന്ന്. അപ്പൊ ഓക്കെ, നമുക്ക് കാണാം. ബൈ ഗായ്സ്. അപ്പം അച്ഛമ്മയും ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒന്നാമത് അച്ഛമ്മയ്ക്ക് ടോപ്പ് എടുത്ത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നേ ഒരു വട്ടം അച്ഛമ്മ സാരീൻ്റെ തട്ടി വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു ബസ് കയറുമ്പോൾ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും സാരിയിൽ നിന്നൊന്ന് മാറ്റാന്ന്, അതാണ് ഒന്നുകൂടെ സേഫ്, പിന്നെ ഇടാനൊക്കെ സുഖം അത് തന്നെയാണ്, ഒന്നുകൂടെ കംഫർട്ടും എന്തായാലും ടോപ്പും പാൻറ്റും ആയിരിക്കും. അതൊക്കെ വിചാരിച്ചിട്ടാണ് ടോപ്പും പാൻറ്റും എടുത്തു കൊടുത്ത്. എന്തായാലും അച്ഛമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും സാരി ഒന്നും എടുക്കില്ല, ഇങ്ങനെ ചുരിദാറിലേക്ക് മാറുന്നതാണ് അച്ഛമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗിഫ്റ്റ് അച്ഛമ്മയ്ക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സക്സസ് ആയിരുന്നു. അപ്പം ഓക്കെ ഗായ്സ്, ഇനി ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ യു നോ വാട്ട് ടു ഡു, ഡ്രോപ്പ് എ ഹാർട്ട് ഇൻ ദ കമൻറ്റ് ആൻഡ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. Peace.